നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. സൗദി അറേബ്യൻ പ്രോ ലീഗിൽ അൽ നസറിന് ജയം. ഏകപക്ഷീയമായ ഒരു ഗോളിന് ദമാക്കിനെയാണ് അവർ പരാജയപ്പെടുത്തിയത്. അവരുടെ വിജയ ഗോൾ ഐമറിക് ലാപ്പോർട്ടിൻ്റെ വകയായിരുന്നു. ദമാക്കിൻ്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ, സാദിയോ മാനെ തുടങ്ങിയവരെയൊക്കെ ബെഞ്ചിലിരുത്തിക്കൊണ്ടാണ് കോച്ച് ലൂയിസ് കാസ്ട്രോ തൻ്റെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത്. കാരണം 2 ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് അവർ അബഹയ്ക്കെതിരെ കളിച്ചത്. ഇനി ഇതാ തിങ്കളാഴ്ച സൗദി സൂപ്പർ കപ്പിൽ അവർക്ക് അൽ ഹിലാലുമായിട്ട് സെമി ഫൈനൽ മത്സരമുണ്ട്. അപ്പോൾ വളരെ ടൈറ്റ് ഷെഡ്യൂളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രധാന താരങ്ങളെ ബെഞ്ചിലിരുത്തിക്കൊണ്ടാണ് അദ്ദേഹം മത്സരം സ്റ്റാർട്ട് ചെയ്തത്. ഏതായാലും കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. മത്സരം 60 മിനിറ്റ് പിന്നിട്ട ശേഷമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കളത്തിലേക്ക് വന്നത്. മത്സരം സമനിലയിൽ അവസാനിക്കുമെന്ന് തോന്നിച്ച നിമിഷങ്ങളിൽ ഒന്നിൽ ബ്രസോവിച്ചിൻ്റെ അസിസ്റ്റിൽ നിന്ന് ഐമറിക് ലാപ്പോർട്ടാണ് പന്ത് വലയിലേക്ക് എത്തിച്ചത്. ആ ഗോളിന് അൽ നസർ വിജയിച്ച് കയറുകയും ചെയ്തു. മത്സരം വിജയിച്ചതോടുകൂടി 27 കളികളിൽ നിന്ന് 65 പോയിന്റുള്ള അൽ നസർ ഇപ്പോഴും സൗദി അറേബ്യൻ പ്രോ ലീഗിൽ 2ാം സ്ഥാനത്ത് തുടരുകയാണ്. അതേസമയം അൽ ഹിലാൽ 27 കളികളിൽ നിന്ന് 77 പോയിന്റോടെ 1ാം സ്ഥാനത്ത് കുതിക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.